കുട്ടികളെ, വായനാ ദിനത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പാർട്ട് 4 വീഡിയോ ആണ്. എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും 5-7 ക്ലാസ്സുകളിലെ ഇംഗ്ലീഷ് മലയാളം സിലബസ് ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കാണുക. ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇനി കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. 2023 വയലാർ അവാർഡ് ലഭിച്ചതാർക്ക്? ശ്രീകുമാരൻ തമ്പി. 47ാമത് അവാർഡാണ്. ആദ്യമായി വയലാർ അവാർഡ് ലഭിച്ചതാർക്ക്? ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? അഗ്നിസാക്ഷി. കോട്ടൂർ ദേശത്തിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നതാര്? U.A. ഖാദർ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നതാര്? കേരളവർമ്മ. ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നതാര്? കാളിദാസൻ. മലയാളത്തിൽ ഒരു വ്യക്തിയുടേതായി ഏർപ്പെടുത്തിയ അവാർഡ് ഏതാണ്? ഓടക്കുഴൽ അവാർഡ്. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ കവി ആര്? കുമാരനാശാൻ. മലയാള അച്ചടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ബെഞ്ചമിൻ ബെയ്ലി. P.N. പണിക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അമ്പലപ്പുഴ. കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എവിടെ? തൃശ്ശൂർ. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നതാരാണ്? കുമാരനാശാൻ. തകഴിയുടെ ചെമ്മീൻ എന്ന നോവലിന് പശ്ചാത്തലമായ കടപ്പുറം ഏതാണ്? ആലപ്പുഴ ജില്ലയിലെ പുറക്കാട്. ചിത്രശില്പകലകൾക്ക് കേരള ഗവൺമെൻറ് നൽകുന്ന പുരസ്കാരം ഏത്? രാജാ രവിവർമ്മ പുരസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.